സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു GR Tech. സോ നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ചെയ്യാൻ പോകുന്നത് DS18B20 എന്ന് പറഞ്ഞ ഈ ഒരു മോഡ്യൂളാണ്. അതായത് ആ ഒരു പർട്ടിക്കുലർ ICയുടെ ബ്രേക്കൗട്ട് ബോർഡ്. ഓക്കെ, സോ ആസ് യൂഷ്വൽ നമ്മൾ ന്യൂ പ്രൊജക്റ്റ് എടുക്കുക, ന്യൂ സ്റ്റാൻഡേർഡ് പ്രൊജക്റ്റ് എടുക്കുക, ആൻഡ് DS18B20 എന്ന് പറഞ്ഞിട്ട് ടൈറ്റിലിൻ്റെ പേരും കൊടുക്കുക. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്യാം. ഓക്കെ, സേവ് ചെയ്തതിന് ശേഷം ലൈബ്രറി എടുക്കുക. ലൈബ്രറി എടുത്തിട്ട് സെയിം DS ആ ഒരു പർട്ടിക്കുലർ പേരിൽ സെർച്ച് ചെയ്യുക. ഓക്കെ, DS18B20. താഴെ സ്ക്രോൾ ചെയ്ത് പോവുക, ഈ ഒരു IC എടുക്കുക. ഓക്കെ, ഇതാണ് IC നമ്മുടെ TO923 എന്ന് പറഞ്ഞ പാക്കേജാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ അത് പ്ലേസ് ചെയ്യുക. പിന്നെ നമുക്ക് ഒരു റെസിസ്റ്ററും കപ്പാസിറ്ററും വേണം. സോ കോമൺ ലൈബ്രറി പോവുക. ഞാൻ SMD കപ്പാസിറ്ററാണ് യൂസ് ചെയ്യുന്നത്, R0603 എന്ന് പറഞ്ഞ പാക്കേജ്. അപ്പോൾ ഞാനതും പ്ലേസ് ചെയ്തു. പിന്നെ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് കപ്പാസിറ്ററാണ്. ഓക്കെ, C0603 എന്ന് പറഞ്ഞ കപ്പാസിറ്റർ, അത് ഞാൻ എടുത്ത് വെച്ചു. എനിക്കൊരു ഹെഡർ പിന്നാണ് വേണ്ടത്, 3 എണ്ണവും. നമുക്ക് ഗ്രൗണ്ടും സിഗ്നൽ പിന്നും VCC കണക്ട് ചെയ്യണം. ഓക്കെ, ഞാനപ്പോൾ ഒരു മെയിൽ ഹെഡർ പിൻ എടുത്തു, അവിടെ കൊണ്ടുപോയി വെച്ചു. ഓക്കെ, ഞാനൊരു ഗ്രൗണ്ടും കൂടെ ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കണക്ഷൻ ചെയ്യണം, കപ്പാസിറ്ററിൻ്റെ റെസിസ്റ്ററിനും വാല്യൂ കൊടുക്കണം. സോ നമ്മൾ ആദ്യം റെസിസ്റ്ററിൻ്റെ വാല്യൂ കൊടുത്തു 4.7K, 100 നാനോ ഓഫ് എന്ന് പറഞ്ഞ കപ്പാസിറ്ററിൻ്റെ വാല്യൂം കൊടുത്തു. എന്നിട്ട് നമ്മളെല്ലാം കണക്ഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കണക്ഷൻസ് വരുന്ന ഈ ഒരു രീതിയിലാണ്. സോ ഇതായിരിക്കും നമ്മുടെ സിഗ്നൽ പിന്ന്, സെക്കൻഡ് നമ്പർ. VCC പറയുന്നത് ഈ ഒരു പിന്നായിരിക്കും, ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു പിന്നായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എളുപ്പത്തിന് വേണ്ടി കണക്ഷൻസ് VCC ഗ്രൗണ്ടും അടുപ്പിച്ച് കൊടുക്കാം. ഓക്കെ, വേണമെങ്കിൽ ഇത് താഴോട്ട് കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ തൽക്കാലം കൊടുക്കുന്നില്ല, ജസ്റ്റ് എങ്ങനെ ചെയ്തും കുഴപ്പമൊന്നുമില്ല. പക്ഷെ കണക്ട് ചെയ്യുന്ന സമയത്ത് VCC ഗ്രൗണ്ടും ദൂരെ ആയിരിക്കുന്നേ ഉള്ളൂ, മീൻസ് നടുക്ക് സിഗ്നൽ പിൻ കാണും. ഓക്കെ, എന്നിട്ട് ഞാനിത് ഡയറക്റ്റ് PCBയിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഞാൻ അപ്ലൈ കൊടുത്തതിന് ശേഷം ഇത് പ്ലേസ് ചെയ്യുക. അപ്പോൾ പ്ലേസ് ചെയ്യുമ്പോൾ ഇത് ഈ ഒരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കുക, അറ്റത്ത്. ആൻഡ് ഹെഡർ പിൻ ഓഫ് കോഴ്സ് എഡ്ജിലായിരിക്കും നമ്മൾ കൊണ്ടുവയ്ക്കുന്നത്. ആൻഡ് റെസിസ്റ്ററും കപ്പാസിറ്ററും അടുപ്പിച്ച് മാക്സിമം വയ്ക്കുക. നമുക്ക് ചെറിയൊരു PCB ആണല്ലോ ഇത്. എന്നിട്ട് ഈ ഒരു സംഭവം ഇങ്ങനെ ക്രോസ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ റൗട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യുക, അതായത് ട്രാക്ക് വരയ്ക്കുക. ഓക്കെ, ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഗ്രൗണ്ട് പോർ ചെയ്യുകയാണ്, കോപ്പർ ഏരിയ. ഇനി ഇത് ടെക്സ്റ്റ് കൂടെ ആഡ് ചെയ്യുക, അതായത് VCCയും കാര്യങ്ങളും ഒക്കെ എവിടെയാണെന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് ആഡ് ചെയ്യണം. സോ അതിന് വേണ്ടി VCC എന്ന് ടൈപ്പ് ചെയ്തു. ഇതിൻ്റെ ഹൈറ്റ് ഞാൻ 1 ആക്കി, സൈസ് കുറഞ്ഞു. ഞാനിത് ഇവിടെ കൊണ്ടുവച്ചു. ഇതാണ് VCC ഇത് നമ്മുടെ ഗ്രൗണ്ട്. ആൻഡ് ഇത് നമ്മുടെ സിഗ്നൽ പിന്ന്. ഓക്കെ, കുറച്ച് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ആയിട്ടുണ്ട്. ആൻഡ് നമുക്ക് ICയുടെ പേരും കൂടെ നമുക്കിവിടെ എഴുതിയേക്കാം. ICയുടെ പേര് DS18B20. ഓക്കെ, ഇതാണ് ICയുടെ പേര്. ആൻഡ് നമുക്ക് നമ്മുടെ പേരും കൂടെ ഒന്ന് എഴുതിയേക്കാം, GR Tech എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്ക് എഴുതുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇത് ബോട്ടം ലെയറിലോട്ടും ആക്കാം. ഓക്കെ, ഞാനിപ്പോൾ ടോപ്പ് ലെയർ കിടക്കുന്നത്.
വേണമെങ്കിൽ ഞാൻ അത് ബോട്ടം ലെയറിലോട്ടാക്കുക, ജസ്റ്റ് ലെയർ മാറ്റി കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അത് ബാക്കിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു PCB റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ഉഷാറാക്കാം. ഓക്കെ, ആൻഡ് കളറും വേണമെങ്കിൽ ഒന്ന് റെഡാക്കി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ കാണാൻ ഇങ്ങനെ ഇരിക്കും ഏകദേശം നമ്മുടെ ബ്രേക്കൗട്ട് ബോർഡ് DS18B20. സോ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ PCB എന്തിനായിരിക്കും യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് റെഫർ ചെയ്യാവുന്നതാണ്. ആൻഡ് സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയ്ക്കകത്ത് വേറൊരു മോഡ്യൂൾ നമുക്ക് ഡിസൈൻ ചെയ്യാം. ഓക്കെ, സോ ടിൽ ദെൻ ബൈ ബൈ.